ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി, അതുപോലെ കോഗ്നിറ്റീവ് സൈക്കോളജി കവർ ചെയ്യുന്ന മേജർ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ മേജർ ഏരിയാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ തിങ്കിങ്, മെമ്മറി, അറ്റൻഷൻ പോലെയുള്ള ഒരുപാട് ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊക്കെ ഡീൽ ചെയ്യുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സൈക്കോളജിയുടെ ബ്രാഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഹിസ്റ്ററി എങ്ങനെയാണ് ഇത് ഈ ഒരു കാണുന്ന രീതിയിലുള്ള കോഗ്നിറ്റീവ് സൈക്കോളജി ഡെവലപ്പായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഒന്ന് ഏർലി ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. അതിൽ മേജർ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, ഇംപിരിസിസം, നേറ്റിവിസം പോലെയുള്ള ഏർലി ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇൻട്രോസ്പെക്ഷൻ എന്ന കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബിഹേവിയറിസം കൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ബിഹേവിയറിസത്തിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ആണ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബിഹേവിയറിസം അല്ലെങ്കിൽ ബിഹേവിയറിസത്തിലുള്ള ചില സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലേറ്ററായിട്ട് വന്ന കോഗ്നിറ്റീവ് റെവല്യൂഷൻ എത്രത്തോളം കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആയെന്ന് പറയുന്നത്. ഇങ്ങനെ മെയിൻലി 4 ഹെഡിങ്ങിലാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമുക്കറിയാം സൈക്കോളജി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഈ സയൻറ്റിഫിക് ഡിസിപ്ലിൻസ് ഒരുപാട് ഫിലോസഫിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റൂട്ട്സ് അല്ലെങ്കിൽ ഒരുപാട് ഫിലോസഫിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള റൂട്ട്സ് ഇതിന് വളർച്ചയിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ഇമ്പിരിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒബ്സർവേഷണലായിട്ടുള്ള തിയററ്റിക്കലായിട്ടുള്ള അങ്ങനെ ഒരുപാട് മേഖലയിൽ നിന്നുള്ള ഹിസ്റ്ററീസ് അല്ലെങ്കിൽ ഇമ്പിരിക്കലായിട്ടുള്ള സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് അല്ലെങ്കിൽ നേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള തിയറീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മേഖലകൾ എന്താണ് ഇതിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഇന്ന് കാണുന്ന ഈ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് എന്ന് പറയുന്നത്. ഇന്ന് കോഗ്നിറ്റീവ് സൈക്കോളജി ഡീൽ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ പെർസെപ്ഷൻ, മെമ്മറി, ലാംഗ്വേജ്, പ്രോബ്ലം സോൾവിങ് ഇങ്ങനെ പറയുന്ന എല്ലാ മെൻ്റൽ പ്രോസസ്സുകളും തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇംപിരിസിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഒബ്സർവേഷണൽ തിയറിസ്റ്റുകൾക്ക് വേറെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേറ്റിവിസ്റ്റ് തിയറിസ്റ്റുകൾക്ക് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ തിയററ്റിക്കൽ അപ്രോച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡോ അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റുകളോ ഫങ്ഷണലിസ്റ്റുകളൊക്കെ തന്നെ എല്ലാവർക്കും ഇത്തരം കൺസെപ്റ്റിലൊക്കെ തന്നെ ഡിഫറെൻ്റ് എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഒരു ഫീൽഡിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏളി അല്ലെങ്കിൽ ഒരു പഴയ ഡിബേറ്റാണ് നേച്ചർ വേഴ്സസ് നെർച്ചർ എന്ന് പറയുന്ന ഡിബേറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് ഫാക്ടറാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇമോഷൻസ്, പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ഡൈനാമിസത്തിനൊക്കെ തന്നെ പുറകിൽ നേച്ചറാണ്. നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നേറ്റ് മെക്കാനിസമാണ് അല്ലെങ്കിൽ ജനറ്റിക്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തന്നെ നെർച്ചർ എന്ന് പറയുന്ന വേറൊരു കൂട്ടരുടെ നെർച്ചർ എന്ന് പറയുന്നത് നമ്മുടെ എൻവോൺമെൻ്റലായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസുകളാണ് ഇത്തരം നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനൊക്കെ കാരണം എന്നുള്ളത് പറയുന്ന ഒരു ഡിബേറ്റ് ഉണ്ട്. ഇത് പഴയ ഒരു ഡിബേറ്റാണ്, നേച്ചർ വേഴ്സസ് നെർച്ചർ ഡിബേറ്റ് എന്ന് പറയും. ഇതന്നെയായിരുന്നു ആദ്യം മുതലേ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത് പണ്ട് മുതലേ സൈക്കോളജിയുടെ ആവിർഭാവം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിബേറ്റാണ് നേച്ചർ വേഴ്സസ് നെർച്ചർ. ഇതിന് നേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജെനറ്റിക്സ് ആണ് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകൾക്കും അല്ലെങ്കിൽ ഇൻ്റലിജൻസ്, ഇമോഷൻസിനൊക്കെ കാരണമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ നെർച്ചറാണ് അല്ല എക്സ്പീരിയൻസുകളാണ് നമ്മൾ ഏത് ചുറ്റുപാടിൽ ജീവിക്കുന്നു അതാണ് നമ്മളെ ഹെൽപ്ഫുൾ ആകുന്നത് അല്ലെങ്കിൽ അതാണ് നമ്മളെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമ്മുടെ ഇൻ്റലിജൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് ഇന്നും ആ ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറേ കൂടി നേച്ചുറലിനെ സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ നെർച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒക്കെ തന്നെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏർലി ഹിസ്റ്ററിയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇംപിരിസിസം ആണ്. ഇംപിരിസിസം കുറേ കൂടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നെർച്ചറിസ്റ്റിക് വ്യൂ പോയിൻ്റ് ഉള്ള ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷനാണ് ഇംപിരിസിസം എന്ന് പറയുന്നത്. ഇംപിരിസം വേഴ്സസ് നേറ്റിവിസം ആണ് നമ്മൾ ഏർലി ഹിസ്റ്ററിയിൽ പരിശോധിക്കുന്നത്. ഇംപിരിസിസം എന്ന് പറയുന്നത് ഇതൊരു ഫിലോസഫിക്കൽ വ്യൂ ആണ്. ഇതിവർ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അറിവുകളും എന്ന് പറയുന്നത് സെൻസറി എക്സ്പീരിയൻസിലൂടെയും അതുപോലെ തന്നെ എൻവോൺമെൻറ്റിലൂടെയുള്ള ഇൻറ്ററാക്ഷൻസിലൂടെയും കിട്ടുന്നതാണ് എന്നുള്ളതാണ്. അഥവാ നമ്മൾ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ഇംപിരിസിസം പറയുന്നത്. ഇതിൻ്റെ കീ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത് ജോൺ ലോക്കാണ്. ജോൺ ലോക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിൻ്റെ ടാബുലാ റസ എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സ്ലൈറ്റ് എന്നുള്ളതാണ്. അഥവാ നമ്മളൊരു കുട്ടി ജനിക്കുന്നത് ഒരു ഇന്നേറ്റ് നോളജും ഇല്ലാതെയാണ്. അഥവാ ഒരു ബ്ലാങ്ക് സ്ലൈറ്റ് പോലെയാണ്.
പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ലൈറ്റിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ വരുന്നത് പിന്നീട് എഴുതി ചേർക്കുന്നതാണ്, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്താണ് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ അനുഭവത്തിലൂടെ കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഈ ടാബുലാർ റസ അല്ലെങ്കിൽ ബ്ലാങ്ക് സ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കുട്ടിയും ജനിക്കുന്നത് ഇങ്ങനെ വിത്തൗട്ട് ഇന്നേറ്റ് നോളജ് ആണ്. പിന്നീട് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ ഇമോഷൻസിനെയും ഇൻ്റലിജൻസിനെയൊക്കെ തന്നെ ഷേപ്പ് ചെയ്യുന്നത് എന്താണ്, നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻ്റ് ആണ് എന്നുള്ളതാണ് ജോൺ ലോക്ക് പറയുന്നത്. അപ്പോൾ ബെർക്ക്ലി അല്ലെങ്കിൽ ജോൺ ലോക്ക് അല്ലെങ്കിൽ ഡേവിഡ് ഹ്യൂം പോലെയുള്ള ഒരുപാട് തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രൊപ്പോണൻസ് ഇംപിരിസിസം വ്യൂ പോയിന്റ് ഫോളോ ചെയ്യുന്നതുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മോഡേൺ ബിഹേവിയറിസ്റ്റുകളുടെ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു ഏർലി ഇംപിരിസിസ്റ്റുകൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മോഡേൺ ബിഹേവിയറിസ്റ്റുകൾ നമുക്കറിയാമല്ലോ, തിയറിസ്റ്റുകൾ പറയുന്നത് അല്ലെങ്കിൽ ലേണിംഗ് തിയറിസ്റ്റുകൾ പറയുന്നത് എന്താ, വാട്സൺ അല്ലെങ്കിൽ സ്കിന്നറൊക്കെ പറയുന്നത് നമ്മൾക്ക് ഉണ്ടാകുന്ന പഠനം അല്ലെങ്കിൽ ലേണിംഗ് സംഭവിക്കുന്നത് ഒന്ന് കോൺസിക്വൻസിലൂടെ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റിലൂടെയാണ്, അല്ലെങ്കിൽ ബൈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ലേണിംഗ് ബൈ അസോസിയേഷൻസ് ആണ്, അല്ലെ ഒക്കെ എക്സ്പീരിയൻസ് ആണ്, അല്ലെ അനുഭവങ്ങളാണ്. നമ്മൾ ഒന്നും തന്നെ ഇന്നേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ജനറ്റിക്കലായിട്ട് കിട്ടുന്നതല്ലല്ലോ, നമ്മളിവിടെ വന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സ്പോഷർ കിട്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചെടുക്കുന്നതാണ്. അങ്ങനെ ബൈ ലേണിങ്ങിന് പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബിഹേവിയറിസ്റ്റുകളുടെ ഒരു പഴയ രൂപമാണ് ശരിക്കും ഇംപിരിസിസം എന്ന് പറയുന്നത്. ഇവർ കുറേ കൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് സെൻസറി എക്സ്പീരിയൻസുകൾക്കായിരുന്നു. അഥവാ നമ്മൾ കാഴ്ചയിലൂടെ കിട്ടിയിട്ടും അല്ലെങ്കിൽ കാതിലൂടെ കേട്ടിട്ടൊക്കെ നമ്മുടെ സെൻസറി ഇന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ സെൻസറി ഓർഗൻസിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുകയാണ് എന്നുള്ളതാണ് പറയാം. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയറിലായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം സ്ട്രക്ചറലിസ്റ്റുകളുടെ ഇൻട്രോസ്പെക്ഷനൊക്കെ തന്നെ ബിഹേവിയറിസ്റ്റുകൾ എതിർക്കേണ്ടായിരുന്നു. നിങ്ങൾ ഏർലി ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് സെമ്മിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ ഇവർ ഒബ്സർവബിൾ, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവബിൾ അല്ല, നിങ്ങൾക്കറിയാതെ ലുക്കിംഗ് വിത്തിൻ, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കുന്നതാണ്. അത് വേറൊരാൾക്ക് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വേറൊരാൾക്ക് ഒബ്സർവ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലാബിൽ നമുക്ക് ഡെമോ ചെയ്യാൻ പറ്റുന്ന, ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബിഹേവിയറുകൾക്കാണ് ഇവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇംപിരിസിസ്റ്റുകളും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ നോളജ് വരുന്നത് സെൻസറി എക്സ്പീരിയൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നേറ്റ് ആയിട്ടൊന്നും കിട്ടുന്നില്ല. നമ്മളൊരു ബ്ലാങ്ക് സ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു എംപ്റ്റി സ്ലൈറ്റാണ് നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെയുള്ള എല്ലാ നമ്മുടെ അറിവുകളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്, നമ്മുടെ എല്ലാ ഡൈനാമിക്സും നോക്കുകയാണെങ്കിൽ എല്ലാം വളർന്നു വരുന്നത് പിന്നീട് നമ്മൾ കുട്ടിക്കാലത്തും അല്ലെങ്കിൽ പിൽക്കാലത്തും നമ്മൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളിലൂടെയാണ്. നമ്മുടെ ഈ ഒരു സ്ലൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണാലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അറിവുകളും അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ഒരു ക്യാരക്ടർ ഫോർമേഷനൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതീ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് അല്ല, ഡേവിഡ് ഹ്യൂമൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ഈ എക്സ്പീരിയൻസുകളൊക്കെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോളജ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അനുഭവം ഉണ്ടാകുന്നു, പിന്നെ ചിലപ്പോൾ വേറെ അതുമായി കോൺട്രാഡിക്റ്റ് ആയിട്ടുള്ള വേറെ അനുഭവം ഉണ്ടാകും. ഈ രണ്ട് അനുഭവത്തിൽ നിന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ വേറൊരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു പാഠം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അറിവുകൾ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് നമ്മുടെ ലൈഫിൽ എൻ്റർ എന്ന് പറഞ്ഞൊരു ലേണിംഗ് പ്രോസസ്സാണ്. ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന സെൻസറി ആയിട്ടുള്ള മൊഡാലിറ്റീസിലൂടെ അല്ലെങ്കിൽ സെൻസറി എക്സ്പീരിയൻസിലൂടെയൊക്കെ കിട്ടുന്ന അറിവുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ നോളജ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇംപിരിസിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമുക്കൊരു ലേണിംഗ് ക്യാപ്പബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നേറ്റ്ലി നമ്മളൊന്നും പഠിക്കുന്നില്ല, പക്ഷേ പഠിക്കാനുള്ളൊരു കപ്പാസിറ്റിയാണ് നമ്മൾ ഇൻബോൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അല്ലാതെ അറിവുകളില്ല, ആ അറിവ് നേടാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ആ കപ്പാസിറ്റി മൂലം നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നീട് സെൻസറി ഓർഗൻസിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ ലേൺ ചെയ്യാണ് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ സെൻസേഷനും സെൻസറി എക്സ്പീരിയൻസുകൾക്കും ഇവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ 5 സെൻസറി ഓർഗൻസിലൂടെയാണ് ലോകത്തെ നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു ഏർലി ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷനാണ് നേറ്റിവിസം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഇംപിരിസിസ്റ്റുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു നേറ്റിവിസ്റ്റുകൾക്ക് ഹ്യൂമൻ നോളജിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ നോളജ് സിസ്റ്റത്തെക്കുറിച്ചും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർ പറയുന്നത്, നേറ്റിവിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നത്, നമ്മുടെ ഇത്തരം മെൻ്റൽ എബിലിറ്റീസ് ഒക്കെ എന്ന് പറയുന്നത് ഇന്നേറ്റ് ആണ്, ലേണിഡ് അല്ല എന്നുള്ളതാണ്. എബിലിറ്റീസ് ഒക്കെ ലേണിഡ് അല്ല, ഇന്നേറ്റ് ആയിട്ട്, അഥവാ ജന്മന നമുക്ക് ഒരു റീസണിങ് എബിലിറ്റി ഒക്കെ അല്ലെങ്കിൽ ഇതിനുള്ള കഴിവ് നമുക്കുണ്ട്. അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് എബിലിറ്റി ഒക്കെ ഇന്നേറ്റ് ആണെന്നുള്ളതാണ് നേറ്റിവിസ്റ്റുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത് റെനെ ഡെസ്കാർട്ടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മൈൻഡ് ബോഡി ഡ്യൂവലിസം എന്ന് പറഞ്ഞിട്ട്
ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് സെമ്മിൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൈൻഡ്, അദ്ദേഹം മൈൻഡ് എന്ന കൺസെപ്റ്റാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. മൈൻഡിന് ഇത്തരത്തിലുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള ഐഡിയാസും ലോജിക്കൽ റീസണിങ്ങിനുള്ള ക്യാപ്പബിലിറ്റിയും കപ്പാസിറ്റിയും ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം അത് ഇന്നേറ്റാണ്, നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്, എല്ലാ മനുഷ്യർക്കും അത് ഉണ്ടാവുകയും ചെയ്യും. അത് ഒരിക്കലും നമ്മൾ സെൻസറി എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ അനുഭവത്തിലൂടെ ലേണിങ്ങിലൂടെ പഠിച്ചെടുക്കുന്നതല്ല എന്നാണ് ഡെസ്കാർട്ടസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇമാനുവൽ കാന്റ് എന്ന ഫിലോസഫിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്കൊരു ജന്മന നമുക്ക് നോളജ് അല്ലെങ്കിൽ പല കാര്യത്തെക്കുറിച്ചും, ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ആ ഒരു ഹ്യൂമൻ ബീയിങ് ഇൻബോൺ ആയിട്ട് തന്നെ കുറേ നോളജുകൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ജീവിവർഗത്തിനും ഒരു ജനിക്കുമ്പോൾ തന്നെ ഒരു സെറ്റ് ഓഫ് നോളജുമായിട്ടാണ് ഇവർ ജനിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില മൃഗങ്ങൾക്കൊക്കെ നമുക്കറിയാം ചില ശത്രുക്കളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ജന്മന നമ്മൾ കണ്ടിട്ടുണ്ടാവും. ജന്മന ആ ഒരു മെക്കാനിസം അത്തരം ജീവിവർഗങ്ങൾ കാണിക്കുന്നുണ്ടാവും. അതിന് ഒരു ലേണിംഗ് അല്ലെങ്കിൽ ആ ഒരു മൃഗത്തിന് അങ്ങനെ ഒരു അനുഭവം മുൻപ് ഉണ്ടാവണമെന്നില്ല. ആ ഒരു ഒരു പൂച്ചയുടെ ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ ഒരു പട്ടിയുടെ കുട്ടിയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ശത്രുക്കളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ജീവികൾക്ക്. അങ്ങനെ മനുഷ്യനുണ്ട് അങ്ങനത്തെ ചില കപ്പാസിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ മദേഴ്സിനെ തിരിച്ചറിയാൻ പറ്റുക, ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഫുഡ് സോഴ്സിൻ്റെ റൂട്ട് മീൻസ് അത്തരത്തിലുള്ള സക്കിങ് റിഫ്ലക്സുകളൊക്കെ ചെയ്യുക. ഒരു ചെറിയ ഇൻബോൺ ചൈൽഡ് സക്കിങ് റിഫ്ലക്സ് ചെയ്യുന്നത് ലേണിഡ് അല്ല, അതൊരു റിഫ്ലക്സീവ് ആണ്. കുറേ കൂടി അത് കുറേ കൂടി ഇന്നേറ്റ് ആണ്, നേറ്റിവിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ബൈ ഇൻബോൺ ആയിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയൊക്കെ പല ജീവിവർഗങ്ങൾക്കും ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്ങിന് എന്തുണ്ട്, ഇന്നേറ്റ് ആയിട്ടുള്ളതുണ്ട് എന്നുള്ളതാണ്. അത് നമുക്കതിന് അനുഭവം വേണമെന്നില്ല, എക്സ്പീരിയൻസ് വേണമെന്നില്ല, പഠിക്കാനുള്ളൊരു എക്സ്പോഷർ ഇല്ലാതെ തന്നെ നടക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നേറ്റിവിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ചില കൺസെപ്റ്റ് സർട്ടൻ നമ്മുടെ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻബോൺ ആണ്, അഥവാ അതൊരു പ്രയർ നോളജാണ്, ഒരു നോളജ് സിസ്റ്റമാണ്, അത് ലേണിഡ് അല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇംപിരിസിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയല്ല, നമ്മളത് ലേണിഡ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇമ്മാനുവൽ കാൻറ്റും റെനെ ഡെസ്കാർട്ടസ്, അതുപോലെ തന്നെ നോം ചോംസ്കി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോംസ്കി പോലെയുള്ള ആൾക്കാരാണ് മെയിൻലി നേറ്റിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കിന്നർ, വാട്സനൊക്കെ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ജോൺ ലോക്ക്, ഡേവിഡ് ഹ്യൂം, ബെർക്ക്ലി പോലെയുള്ളവരൊക്കെ നമുക്ക് ഇംപിരിസിസ്റ്റുകളായിട്ട് ഉൾപ്പെടുത്താം. നമുക്കൊരു താരതമ്യം ചെയ്യാം മെയിൻ അസംഷൻസ് ഇംപിരിസിസ്റ്റുകളുടെയും നേറ്റിവിസ്റ്റുകളുടെയും. ഇംപിരിസം അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് നോളജ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇംപിരിസിസം എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. ഇന്നേറ്റ് നോളജിനെയാണ് നേറ്റിവിസ്റ്റുകൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ നേച്ചർ വേഴ്സസ് നെർച്ചർ പറഞ്ഞു. ഇതിൽ നേച്ചർ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള നേറ്റിവിസ്റ്റുകൾ ഫോളോ ചെയ്യുന്നത്. അഥവാ നമ്മൾ ഇന്നേറ്റ് ആയിട്ട് കിട്ടുന്നതാണ് എന്നുള്ളതാണ്. നെർച്ചറിനെ ഫോളോ ചെയ്യുന്നവരാണ് ഇംപിരിസിസ്റ്റുകൾ, അഥവാ ലേണഡ് ആണ്, എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് എന്ന് പറയുന്നത്. നോളജ് പ്രധാനമായിട്ടും എക്സ്പീരിയൻസിലൂടെയും സെൻസറി ഇൻപുട്ടിലൂടെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇംപിരിസിസ്റ്റുകൾ പറയുന്നത്. നേറ്റിവിസ്റ്റുകൾ പറയുന്നത് അങ്ങനെയല്ല, അത് ഇന്നേറ്റ് ആണ്, പ്രീ പ്രോഗ്രാംഡ് ആണ്, അഥവാ മുൻപേ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നോളജ് നമ്മളിൽ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നേറ്റിവിസ്റ്റുകൾ പറയുന്നത്. മെയിൻ തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഇംപിരിസിസ്റ്റുകളിൽ ജോൺ ലോക്ക്, അരിസ്റ്റോട്ടിൽ, പി എഫ് സ്കിന്നർ, അല്ലെങ്കിൽ നമ്മൾ ബിഹേവിയറിസ്റ്റ് തിയറിസ്റ്റുകളൊക്കെ ഇംപിരിസിസ്റ്റുകളിൽ ഉൾപ്പെടുത്താം. നേറ്റിവിസ്റ്റ് തിയറിസ്റ്റുകൾ റെനെ ഡെസ്കാർട്ട്, ഇമ്മാനുവൽ കാന്റ്, നോം ചോംസ്കി. ചോംസ്കിയുടെ തിയറി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോംസ്കി പറയുന്നത് ലാംഗ്വേജ് ഒക്കെ നമ്മൾ ലേണിഡ് അല്ല, ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രെയിൻ സിസ്റ്റം നമുക്കുണ്ട്. അങ്ങനെ മനുഷ്യന് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് അത്തരം ഇന്നേറ്റ്ലി തന്നെ പഠിക്കാനുള്ള അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ പല ലാംഗ്വേജ് സ്കില്ലുകൾ, ഗ്രാമർ, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. വ്യൂ ഓൺ ലേണിംഗ്, ഈ ഇംപിരിസിസ്റ്റുകൾ പറയുന്നത് ഒരു ടാബുലാർ റാസ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്ലേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം ബ്ലാങ്ക് സ്ലേറ്റ് എന്ന ഒരു ബ്ലാങ്ക് ആയിട്ടാണ് നമ്മൾ വരുന്നത്, പിന്നെ നമ്മൾ എക്സ്പീരിയൻസിലൂടെയാണ് ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു പ്രീ എക്സിസ്റ്റിംഗ് നോളജ് എബിലിറ്റീസിനെയാണ് ഇവർ നേറ്റിവിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ റോൾ ഓഫ് എൻവോൺമെൻറ്റ്, ഇംപിരിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് എൻവോൺമെൻറ്റിനാണ്. അതുകൊണ്ട് തന്നെ എൻവോൺമെൻറ്റിന്, അഥവാ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് നമ്മുടെ ബിഹേവിയറിനെയൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ പ്രോസസ്സുകളൊക്കെ ഷേപ്പ് ചെയ്യാനുള്ള റോൾ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേറ്റിവിസ്റ്റുകൾ കുറേ കൂടി ഇന്നേറ്റ് ആയിട്ടുള്ള മെക്കാനിസത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ജെനറ്റിക്സ് ആൻഡ് ബയോളജിക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം നമുക്കൊരു ഇന്നേറ്റ് നോളജ് കിട്ടുന്നത് ജെനറ്റിക്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ജെനറ്റിക്സും ബയോളജിക്കാണ് പ്രാധാന്യമുള്ളത്, അല്ലാതെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് നേറ്റിവിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് നമ്മൾ വളർത്തിയെടുക്കുന്നത് ഇംപിരിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ എക്സ്പോഷറിലൂടെയാണ്. ഇപ്പോൾ ഒരു കുട്ടി
ഒരു വാക്ക് പറയുന്ന സമയത്ത് നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടി വീണ്ടും ആ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നു. കുട്ടി അമ്മ എന്ന് പറയുന്ന സമയത്ത് നമ്മളതിനെ എക്സ്പോഷർ കൊടുക്കുമ്പോൾ റീൻഫോഴ്സ് ചെയ്യുമ്പോഴാണ് ആ കുട്ടി ആ ഒരു വാക്ക് വളർത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് സ്കിന്നറെ പോലെയുള്ള ബിഹേവിയറിസ്റ്റുകൾ പറഞ്ഞിരുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള നോം ചോംസ്കി പോലെയുള്ള ലാംഗ്വേജ് തിയറിസ്റ്റുകൾ, നേറ്റിവിസ്റ്റുകൾ പറയുന്ന ഇതൊരു ഇന്നേറ്റ് കപ്പാസിറ്റിയാണ്. നമുക്കൊരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുള്ളൊരു ബ്രെയിൻ ഏരിയ പോലും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഒരു ഇൻബോൺ ആയിട്ട് കിട്ടുന്നതാണ് ലാംഗ്വേജ്. യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാമാറ്റിക്കലായിട്ട് വേർഡ്സിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ തന്നെ ഇന്നേറ്റ് ആയിട്ട് കിട്ടുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രാജ്വലി അഥവാ ലേണിങ്ങിലൂടെ അല്ലെങ്കിൽ ഇൻ്ററാക്ഷൻസിലൂടെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നേറ്റിവിസ്റ്റുകൾ പറയുന്നത് അതിൽ കുറേ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രക്ചർ നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റിയൊക്കെ തന്നെ നമ്മൾ ജന്മനാ തന്നെ ഉണ്ടാവും. അത് നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതിനനുസരിച്ച് അത്തരം മെൻ്റൽ കപ്പാസിറ്റി നമുക്ക് കൂടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരിക്കലും അനുഭവത്തിലൂടെ കിട്ടുന്നതല്ല. അത് ബർത്ത് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ജന്മനാ തന്നെ വരുന്നതാണ്. അത് പിന്നെ ഏജ് കൂടുമ്പോൾ അത് നമ്മളെല്ലാ ശരീര ഘടനകളും അല്ലെങ്കിൽ ഓർഗൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ മെൻ്റൽ ക്യാപ്പബിലിറ്റീസൊക്കെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇംപിരിസിസ്റ്റുകൾ കുറേ കൂടി നമുക്കറിയാം ബിഹേവിയറിസ്റ്റുകളൊക്കെ ഫോളോ ചെയ്ത പോലെ ഇംപിരിക്കലായിട്ടുള്ള അപ്രോച്ചുകളായിരുന്നു. ഒബ്സർവേഷനിലായിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന നോളജുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ എക്സ്പെരിമെൻറ്റേഷൻസ്, ലാബ് എക്സ്പെരിമെൻറ്റുകൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. നേറ്റിവിസ്റ്റുകൾ നേരെ ഓപ്പോസിറ്റാണ്. ഇവർ കുറേ കൂടി റാഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ മീൻസ് നോളജ് ഗെയിനിങ് എന്ന് പറയുന്നത്. അഥവാ തോട്ട് പ്രോസസ്സുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ റാഷണലൈസ് ചെയ്തിട്ടാണ് ഒരു നോളജിനെ അവർ ഗെയിൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറേ കൂടി മോഡേൺ ഇംപിരിക്കൽ കോഗ്നിറ്റീവ് സയൻസ്, ബിഹേവിയറിസം പോലെയുള്ള മോഡേൺ പേഴ്സ്പെക്റ്റീവ്സുകളുടെ ബേസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇംപിരിസിസ്റ്റുകളാണ്. ഒപ്പം തന്നെ എവല്യൂഷണറി സൈക്കോളജി, ഒപ്പം തന്നെ എവല്യൂഷണറി കോഗ്നിറ്റീവ് സൈക്കോളജി പോലെയുള്ള ഏരിയാസുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നേറ്റിവിസ്റ്റുകളുടെ ഒരു ഫൗണ്ടേഷൻ ആണെന്നുള്ളതാണ്. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരേ സമയം ഇംപിരിസിസ്റ്റുകളും നേറ്റിവിസ്റ്റുകളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ കൂടി നേറ്റിവിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റീസ് പോലെയുള്ള പല എബിലിറ്റീസും ഇന്നേറ്റ് ആയിട്ടുള്ളൊരു കപ്പാസിറ്റി പല മെൻ്റൽ പ്രോസസ്സുകൾക്കും ഇപ്പോൾ റീസൺ ചെയ്യാൻ ആനിമൽസിനും മനുഷ്യനും ഒരുപോലെ റീസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. മനുഷ്യന് എന്തുകൊണ്ട് ഒരു പ്രത്യേക ടൈപ്പ് കിട്ടുമെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്നേറ്റ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരേ സമയം ലേണഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരം റീസണിങ് കപ്പാസിറ്റിയെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസിലൂടെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എൻവയോൺമെൻ്റലായിട്ടുള്ള ഇൻഫ്ലുവൻസ് അതിന് സാധ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന പല ഏരിയാസും അല്ലെങ്കിൽ പല മേഖലയിലും ഈ ഏർലി ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, ഇംപിരിസിസം അതുപോലെ തന്നെ നേറ്റിവിസത്തിൻ്റെയൊക്കെ തന്നെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ അന്നത്തെ ഡിബേറ്റ്സുകൾ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ നേച്ചർ വേഴ്സസ് നെർച്ചർ ഡിബേറ്റ്. നമുക്കറിയാം നേച്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ ബിഹേവിയറിനെയും പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ജെനറ്റിക്സ് ആണെന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേറ്റിവിസ്റ്റ് വ്യൂ ആണ് നേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ നെർച്ചർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഇംപിരിസിസ്റ്റ് വ്യൂ ആണ്. അഥവാ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകളും അനുഭവങ്ങളുമാണ് നമ്മളാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ നമ്മളെന്നൊരു വ്യക്തിത്വമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് നെർച്ചർ വ്യൂ പറയുന്നത്. ഇത് നേച്ചർ വേഴ്സസ് നെർച്ചർ വ്യൂ ഒക്കെ ഈ പറഞ്ഞ പോലെ പണ്ട് മുതലേ ഉള്ള ഒരു ഡിബേറ്റാണ്, ഇന്നും നിലനിൽക്കുന്നതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇംപിരിസിസം വേഴ്സസ് നേറ്റിവിസ്റ്റിക് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ആണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഹിസ്റ്ററിയുടെ ബാക്കി പോർഷൻസ് ഫോക്കസ് ഓൺ ഇൻട്രോസ്പെക്ഷൻ, ഫോക്കസ് ഓൺ ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് റെവല്യൂഷൻസ്, എങ്ങനെയാണ് മോഡേൺ കോഗ്നിറ്റീവ് സൈക്കോളജി ഇന്ന് കാണുന്ന രീതിയിൽ വളർത്തിയെടുക്കുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. താങ്ക് യു.